വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് വേൾഡ്. ഇറ്റ്സ് മീ സിറാജുദ്ദീൻ. ഇംഗ്ലീഷ് വേൾഡിൻ്റെ പുതിയൊരു HSA ക്ലാസ്സിലേക്ക് പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ HSAയുമായി ബന്ധപ്പെട്ട് ഒരു പുതിയ പോയിറ്റിനെ പരിചയപ്പെടുകയാണ്. അദ്ദേഹത്തിൻ്റെ കവിത നമ്മൾ അടുത്ത ക്ലാസ്സിൽ പരിചയപ്പെടും. എന്തായാലും ഇന്ന് ഒരു പോയിറ്റിനെ കുറിച്ചാണ് പരിചയപ്പെടുന്നത്. നേരിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നില്ല. ഞാൻ ആദ്യം 2-3 ക്ലൂസ് തരാം. നിങ്ങൾ ഓൾറെഡി തംബ്നെയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇന്നത്തെ ക്ലാസ് ആരെക്കുറിച്ചാണെന്നൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. എന്നിരുന്നാലും നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് 2-3 കാര്യങ്ങൾ ഞാൻ ആദ്യമേ സൂചിപ്പിക്കാം. ഹി വാസ് എ ഫേമസ് ഇംഗ്ലീഷ് പോയിറ്റ്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് പോയിറ്റാണ്. ഹി ഈസ് നോൺ ആസ് പ്രക്യൂസർ ഓഫ് റൊമാൻറ്റിസിസം. റൊമാൻറ്റിക് പീരീഡിൻ്റെ ഒരു പ്രക്യൂസറായിട്ട് അല്ലെങ്കിൽ ഒരു ഏർലി റൊമാൻറ്റിക് റൈറ്ററായിട്ടും നമുക്ക് അദ്ദേഹത്തെ കൺസിഡർ ചെയ്യാം. ഹി വാസ് എ ട്രാൻസിഷണൽ പോയിറ്റ്. അദ്ദേഹം ഒരു ട്രാൻസിഷണൽ പോയിറ്റാണ്. ഹി വാസ് എ ഗ്രേവ് യാർഡ് പോയിറ്റ് ആൻഡ് ചേർച്ച് യാർഡ് പോയിറ്റ്. ഗ്രേവ് യാർഡ് പോയിറ്റാണ് അല്ലെങ്കിൽ ചർച്ച് യാർഡ് പോയിറ്റാണ് അദ്ദേഹം. ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഫേമസ് ആയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് പോയിറ്റാണ്. ചേർച്ച് യാർഡ് പോയിറ്റ് അല്ലെങ്കിൽ ഗ്രേവ് യാർഡ് പോയിറ്റ് എന്നറിയപ്പെടുന്നു, അല്ലെങ്കിൽ ആ ഗണത്തിൽപ്പെടുന്ന ആളാണ്. ഒരു ട്രാൻസിഷണൽ പോയിറ്റാണ്. അതുപോലെ തന്നെ പ്രക്യൂസർ ഓഫ് റൊമാൻറ്റിസിസം. റൊമാൻറ്റിസിസത്തിൻ്റെ അല്ലെങ്കിൽ റൊമാൻറ്റിക് ഏജിലെ ഒരു പ്രക്യൂസറായിരുന്നു അദ്ദേഹം എന്നൊക്കെയാണ് ഞാനിപ്പോൾ പറഞ്ഞ പോയിന്റ്. ഇനി കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അത് ആരെക്കുറിച്ചാണ് എന്നുള്ളത് നിങ്ങൾക്കറിയാം. അദ്ദേഹത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു കവിതയും നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നുണ്ടാവും അല്ലേ? അപ്പോൾ പേര് തോമസ് ഗ്രേ എന്നാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള ഇംഗ്ലീഷിലെ പോയിറ്റാണ് തോമസ് ഗ്രേ. അദ്ദേഹത്തിൻ്റെ എലജി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ച് യാർഡ് എന്ന് പറയുന്ന കവിത നമ്മുടെ HSAയുടെ സിലബസിലുണ്ട്, നമുക്ക് പഠിക്കാനുള്ളതാണ്. അപ്പോൾ തോമസ് ഗ്രേ എന്ന് പറയുന്ന പോയിറ്റിനെ കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫിയും അദ്ദേഹത്തിൻ്റെ എഴുത്തുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റുകളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, അടുത്ത ക്ലാസ്സിൽ ആ കവിത വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. ഇതിനു മുൻപ് ഒരുപാട് കവിതകളും അതുപോലെ തന്നെ പോയിറ്റ്സിനെ കുറിച്ചൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് ചെയ്തിരുന്നു. ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷനൊക്കെ തന്നിരുന്നു. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന മുഴുവൻ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് യഥാസമയം ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്നത്തെ ടോപ്പിക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തോമസ് ഗ്രേ എന്ന് പറയുന്ന ഇംഗ്ലീഷിലെ വളരെ ഫേമസ് ആയിട്ടുള്ള പോയിറ്റിനെ കുറിച്ചാണ്. നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. തോമസ് ഗ്രേയെ കുറിച്ച് പറയുമ്പോൾ ഹി വാസ് ബോൺ ഓൺ 26 ഡിസംബർ 1716 കോൺഹിൽ, ലണ്ടൻ. ലണ്ടനിലെ കോൺഹിൽ എന്ന് പറയുന്ന സ്ഥലത്ത് 1716 ഡിസംബർ മാസം 26-ാം തീയതിയാണ് അദ്ദേഹം ജനിക്കുന്നത്. ഓർത്തു വെക്കുക, ലണ്ടനിലെ കോൺഹിൽ എന്ന് പറയുന്ന സ്ഥലത്ത് 1716 ഡിസംബർ മാസം 26-ാം തീയതിയാണ് അദ്ദേഹം ജനിച്ചത്. ഹി വാസ് ഡൈഡ്. അദ്ദേഹം മരിച്ചത് ഓൺ 13th ജൂലൈ, 30-ാം തീയതി, ജൂലൈ മാസം 30-ാം തീയതി 1771 1771 അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുന്നത്. വിട പറയുന്ന സമയത്ത് അദ്ദേഹം ക്യാംബ്രിഡ്ജിലായിരുന്നു. അപ്പോൾ ഹി വാസ് ഡൈഡ് ഓൺ 30th ജൂലൈ 1771 അറ്റ് ക്യാംബ്രിഡ്ജ്. ക്യാംബ്രിഡ്ജിൽ വെച്ചിട്ട് 1771 ജൂലൈ മാസം 30-ാം തീയതിയാണ് ഈ ലോകത്തോട് അദ്ദേഹം വിട പറയുന്നത്. മറന്നുപോയത്, അദ്ദേഹം ജനിക്കുന്നത് ഡിസംബർ 26-ാം തീയതി 1716 അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുന്നത്. 13th ജൂലൈ, 30-ാം തീയതി, ജൂലൈ മാസം 30-ാം തീയതി 1771 മറന്നുപോയത് കേട്ടോ. ആൻഡ് ഇംഗ്ലീഷ് പോയിറ്റ്, വാസ് എ ഫേമസ് ഇംഗ്ലീഷ് പോയിറ്റ്. വളരെ ഫേമസ് ആയിട്ടുള്ള ഇംഗ്ലീഷിലൊരു പോയിറ്റാണ്, ഇംഗ്ലീഷ് പോയിറ്റാണ്. ആൻഡ് ഓൾസോ എ ക്ലാസിക് സ്കോളർ. ഒരു ക്ലാസിക് സ്കോളർ കൂടിയായിരുന്നു അദ്ദേഹം. ഇനി അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത്, ഹി വാസ് നോട്ട് ഓൺലി എ പോയിറ്റ്, ഹി വാസ് എ പ്രൊഫസർ അറ്റ് പെംബ്രോക്ക് കോളേജ്, ക്യാംബ്രിഡ്ജ്. ക്യാംബ്രിഡ്ജിലെ പെംബ്രോക്ക് കോളേജിൽ പ്രൊഫസറായിട്ടും അദ്ദേഹം തൻ്റെ ജീവിതകാലത്ത് സേവനമനുഷ്ഠിച്ചിരുന്നു. പബ്ലിഷ്ഡ് 13 പോംസ് ഇൻ ഹിസ് ലൈഫ് ടൈം. തൻ്റെ ജീവിതകാലത്ത് 13 കവിതകളാണ് പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ബാക്കിയുള്ള അദ്ദേഹത്തിൻ്റെ കവിതകളൊക്കെ പബ്ലിഷ് ചെയ്യുന്നത് പോസ്റ്റ്ഹുമസ്ലി, അദ്ദേഹത്തിൻ്റെ മരണാനന്തരമായിരിക്കും, മരണത്തിന് ശേഷമായിരിക്കാം ഒരുപക്ഷെ പബ്ലിഷ് ചെയ്യുന്നത്. ഒരുപക്ഷെയല്ല, പബ്ലിഷ് ചെയ്യപ്പെട്ടത് മരണത്തിന് ശേഷമാണ്. 13 കവിതകളാണ് അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് പബ്ലിഷ് ചെയ്ത്, മറക്കരുത് കേട്ടോ, 13 എന്നുള്ളത്. ആൻഡ് ഓഫേർഡ് ദ പൊസിഷൻ ഓഫ് പോയിറ്റ് ലൊറേറ്റ് ഇൻ 1757 ബട്ട് ഹി ഡിക്ലൈൻഡ്. 1757 അദ്ദേഹത്തെ തോടി പോയിറ്റ് ലൊറേറ്റ് എന്ന് പറയുന്ന പദവിയെത്തി. ബട്ട് ഹി ഡിക്ലൈൻഡ്, അദ്ദേഹം അത് നിരസിക്കുകയാണ് ചെയ്യുന്നത്, അദ്ദേഹം അത് സ്വീകരിച്ചിട്ടില്ല. ഓർത്തു വെക്കണേ, 1757 അദ്ദേഹത്തെ തേടി പോയിറ്റ് ലൊറേറ്റ് എന്ന് പറയുന്ന പദവി എത്തുന്നുണ്ട്. ബട്ട് ഹി ഡിക്ലൈൻഡ്, അദ്ദേഹം അത് നിരാകരിക്കുകയാണ് ചെയ്യുന്നത്, അത് സ്വീകരിച്ചിട്ടില്ല. ഹിസ് ഫാദർ ഫിലിപ്പ് ഗ്രേ. അച്ഛൻ്റെ പേര് ഫിലിപ്പ് ഗ്രേ എന്നായിരുന്നു. അമ്മ ഡൊറോത്തി ആൻഡ്രോബസ് ആയിരുന്നു. അച്ഛൻ ഫിലിപ്പ് ഗ്രേയും അമ്മ ഡൊറോത്തി ആൻഡ്രോബസുമായിരുന്നു. ആൻഡ് സ്റ്റാർട്ടഡ് റൈറ്റിംഗ് പോംസ് ഇൻ 1742. 1742 തൻ്റെ അഭിരുചികളൊക്കെ പുറത്തേക്ക് വരുന്നത്, കലാവാസനകളൊക്കെ പുറത്തേക്ക് വരുന്നത്. ആദ്യമായിട്ട് എഴുതാൻ ആരംഭിക്കുന്നത് 1742
1742 നോൺ ആസ് വൺ ഓഫ് ദ ഗ്രേവ്യാർഡ് പോയിറ്റ് ഓഫ് ദ ലേറ്റ് 18th century. 18ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടങ്ങളിലെ ഒരു ഗ്രേവ്യാർഡ് പോയിറ്റ് അല്ലെങ്കിൽ ചേർച്ച് യാർഡ് പോയിറ്റ് എന്നുള്ള രൂപത്തിലാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. ഗ്രേവ്യാർഡ് പോയിറ്റ് എന്നുള്ള രൂപത്തിൽ. ഗ്രേവ്യാർഡ് പോയിറ്റ്സ് ഓൾസോ നോൺ ആസ് ചേർച്ച് യാർഡ് പോയിറ്റ്. ഗ്രേവ്യാർഡ് പോയിറ്റിനെ ചേർച്ച് യാർഡ് പോയിറ്റ് എന്നുകൂടെ വിളിക്കാറുണ്ട് അല്ലെങ്കിൽ അറിയപ്പെടാറുണ്ട്. ഇനി ഇദ്ദേഹത്തെ കൂടാതെ വേറെ ആരൊക്കെയാ മറ്റ് ഫേമസ് ആയിട്ടുള്ള ചേർച്ച് യാർഡ് പോയിറ്റുകൾ അല്ലെങ്കിൽ ഗ്രേവ്യാർഡ് പോയിറ്റുകൾ? ഒലിവർ ഗോൾഡ്സ്മിത്ത്, വില്യം കോപ്പർ, ക്രിസ്റ്റഫർ സ്മാർട്ട്, റോബർട്ട് ബ്ലെയർ. എന്നൂടെ പറയാം. ഒലിവർ ഗോൾഡ്സ്മിത്ത്, വില്യം കോപ്പർ, ക്രിസ്റ്റഫർ സ്മാർട്ട്, റോബർട്ട് ബ്ലെയർ. ഇവരൊക്കെയാണ് തോമസ് ഗ്രേയെ കൂടാതെ മറ്റുള്ള ഫേമസ് ആയിട്ടുള്ള ഗ്രേവ്യാർഡ് പോയിറ്റ്സ് എന്ന് പറയുന്നത്. ഓർത്തു വെക്കണം കേട്ടോ. ഇനി ദേ ഷെയർഡ് ഐഡിയാസ് അബൌട്ട് ഡെത്ത്, മോർട്ടാലിറ്റി, ഫൈനലിറ്റി ആൻഡ് സബ്ലിമിറ്റി ഓഫ് ഡെത്ത്. ഇവരെന്തിനെക്കുറിച്ചൊക്കെയാണ് ഇവരുടെ എലജീസിൽ അല്ലെങ്കിൽ ഇവരുടെ കവിതകളിലൊക്കെ എന്തൊക്കെയാണ് വരാറുള്ളത് എന്നാണ് ചോദിക്കുന്നത്. ഇവരുടെ കവിതയിൽ, എലജീസിലല്ല, ഇവരുടെ കവിതയിൽ. ദേ ഷെയർഡ് ഐഡിയാസ് അബൌട്ട് ഡെത്ത്, മരണത്തെക്കുറിച്ച് അവർ സംസാരിക്കാറുണ്ട്. മോർട്ടാലിറ്റി, നശ്വരതയെക്കുറിച്ച് അവർ സംസാരിക്കാറുണ്ട്. ആൻഡ് ഫൈനലിറ്റി, തീർച്ച, ഫൈനലിറ്റിയെക്കുറിച്ച് അവർ സംസാരിക്കാറുണ്ട്. ആൻഡ് സബ്ലിമിറ്റി ഓഫ് ഡെത്ത്, മരണത്തിൻ്റെ ഉദാത്തതയെക്കുറിച്ച് അവർ സംസാരിക്കാറുണ്ട്. അപ്പോൾ സബ്ലിമിറ്റി ഓഫ് ഡെത്ത്, ഫൈനലിറ്റി, മോർട്ടാലിറ്റി, ഡെത്ത്, ഇവയൊക്കെയാണ് ഇവരുടെ കവിതകളുടെ ആശയമായിട്ട് വരാറുള്ളത്. അതായത് ഗ്രേവ്യാർഡ് പോയിറ്റ്സിൻ്റെ കവിതകളുടെ ആശയമായിട്ട് വരാറുള്ളത് ഡെത്ത്, മോർട്ടാലിറ്റി, ഫൈനലിറ്റി, സബ്ലിമിറ്റി ഓഫ് ഡെത്ത് എന്നിവയൊക്കെയാണ്. ആൻഡ് ഗ്രേസ് മാസ്റ്റർ പീസ് എലജി റിട്ടൺ ഇൻ എ കൺട്രി ചേർച്ച് യാർഡ്. നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ചേർച്ച് യാർഡ് പോയിറ്റാണ് അല്ലെങ്കിൽ ഗ്രേവ്യാർഡ് പോയിറ്റാണ് തോമസ് ഗ്രേ എന്ന് പറയുന്നത്. തോമസ് ഗ്രേയുടെ മാസ്റ്റർ പീസ് വർക്കാണ് ശരിക്ക് എലജി റിട്ടൺ ഇൻ എ കൺട്രി ചേർച്ച് യാർഡ് എന്ന് പറയുന്നത്. ആൻഡ് ഹീസ് ഓൾസോ നോൺ ആസ് എ ട്രാൻസിഷണൽ പോയിറ്റ്. തോമസ് ഗ്രേയെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഒരു ചേർച്ച് യാർഡ് പോയിറ്റ് മാത്രമായിരുന്നില്ല, ഹി വാസ് ഓൾസോ എ ട്രാൻസിഷണൽ പോയിറ്റ്, ഒരു ട്രാൻസിഷണൽ പോയിറ്റ് കൂടിയായിരുന്നു. ഇനി ട്രാൻസിഷണൽ പോയിറ്റുകളിൽ മറ്റ് ഫേമസ് ആയിട്ടുള്ള ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ വില്യം ബ്ലെയ്ക്കും റോബർട്ട് ബേൺസുമാണ്. വില്യം ബ്ലെയ്ക്കും റോബർട്ട് ബേൺസുമാണ്. നേരത്തെ നമ്മൾ പഠിച്ചത് റോബർട്ട് ബ്ലെയർ ആണ്. അദ്ദേഹം ഫേമസ് ആയിട്ടുള്ള ഗ്രേവ്യാർഡ് പോയിറ്റാണ്. ഇത് റോബർട്ട് ബേൺസ് ആണ്, അത് ഫേമസ് ട്രാൻസിഷണൽ പോയിറ്റാണ്. അതുപോലെ തന്നെ വില്യം ബ്ലെയ്ക്കിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കാം, അത് പിന്നീട് പഠിക്കാം. എന്തായാലും ഒരു സൂചന തരാം, ഏർലി റൊമാൻറ്റിക് റൈറ്റർ കൂടിയാണ് വില്യം ബ്ലെയ്ക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇദ്ദേഹം ഒരു ഏർലി റൊമാൻറ്റിക് റൈറ്ററാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു തോമസ് ഗ്രേ. എലജി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ച് യാർഡ്, റിട്ടൺ ഇൻ 1715 ആൻഡ് പബ്ലിഷ്ഡ് ഇൻ 1751. 1750 എലജി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ച് യാർഡ് എന്ന് പറയുന്ന പോം എഴുതുന്നത്. പക്ഷെ അത് പബ്ലിഷ് ചെയ്യുന്നത് 1751. മറന്നുപോരുത്, 1750 എഴുതുന്നത്, പബ്ലിഷ് ചെയ്യുന്നത് 1751. അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നത് സ്റ്റോക്ക് പോഗസിലെ സെയിൻറ്റ് ഗിൽസ് ചേർച്ച് യാർഡിലാണ്. മറന്നുപോരുത് കേട്ടോ, സ്റ്റോക്ക് പോഗസിലെ സെയിൻറ്റ് ഗിൽസ് ചേർച്ച് യാർഡിൽ. ഇനി അദ്ദേഹത്തെക്കുറിച്ച് അടുത്ത് പറയുമ്പോൾ ഗ്രേ വാസ് എഡ്യൂക്കേറ്റഡ് അറ്റ് എയ്റ്റൺ ആൻഡ് ക്യാംബ്രിഡ്ജ്. എയ്റ്റൺ കോളേജിൽ, ക്യാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ എയ്റ്റൺ കോളേജിലാണ് അദ്ദേഹം പഠനം പൂർത്തീകരിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടം എന്ന് പറയുന്നത്. ചോദിക്കാറുണ്ട് പരീക്ഷയ്ക്ക്. ആൻഡ് ഗ്രേ വാസ് പ്രക്യൂസർ ടു ദ റൊമാൻറ്റിക് പീരീഡ്. അദ്ദേഹം ഒരു റൊമാൻറ്റിക് പീരീഡിൻ്റെ പ്രക്യൂസർ ആയിരുന്നു. അതായത് ഈ ഒരു പീരീഡ് കഴിഞ്ഞിട്ട് മറ്റൊരു പീരീഡിലേക്ക് കടക്കുമ്പോൾ, അതിൻ്റെ ഒരു ട്രാൻസിഷണൽ പീരീഡ് കഴിഞ്ഞിട്ട് ഒരു പുതിയ തലത്തിലേക്ക് വരുമ്പോൾ അവിടെ ശരിക്കും ഒരു മുൻഗാമി അല്ലെങ്കിൽ അതിൻ്റെ ആദ്യ വക്താവ് എന്നൊക്കെ പറയാലോ, അതുപോലെ ഒരു പ്രക്യൂസർ ആയിരുന്നു അദ്ദേഹം. ആൻഡ് വിച്ച് ഓഫ് ദ സബ്ജക്റ്റ് ഡിഡ് നോട്ട് ലൈക്ക് തോമസ് ഗ്രേ. തോമസ് ഗ്രേക്ക് ഇഷ്ടമല്ലാതിരുന്ന സബ്ജക്റ്റ് ഏതാണ്? നമുക്കൊക്കെ ഇഷ്ടമല്ലാതിരുന്ന സബ്ജക്റ്റ് ഉണ്ടാവില്ല. കൂടുതൽ കുട്ടികളും ഈ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ഉത്തരമായിരിക്കും പറയുക? മാത്തമാറ്റിക്സ്. അപ്പോൾ അത് ഓർത്ത് വെച്ചാൽ മതി. തോമസ് ഗ്രേക്ക് ഇഷ്ടമില്ലാതിരുന്ന സബ്ജക്റ്റ് ഏതാ വെച്ച് കഴിഞ്ഞാൽ അത് മാത്തമാറ്റിക്സാണ്. കൂടുതൽ കുട്ടികളോട് ചോദിക്കുന്ന ഉത്തരം ഏതാ? അതുതന്നെയാണ് തോമസ് ഗ്രേക്കും ഉത്തരം. ഹൂ വാസ് വിത്ത് തോമസ് ഗ്രേ ഡ്യൂറിംഗ് യൂറോപ്യൻ ടൂർ ഓഫ് 1739-1741 ആൻഡ് കോറൽഡ് ആൻഡ് സെപ്പറേറ്റഡ് ഇൻ ഇറ്റലി. 1739-41 കാലഘട്ടത്തിൽ ഒരു യൂറോപ്യൻ ടൂർ നടത്തുകയുണ്ടായി. ആ യൂറോപ്യൻ ടൂറിൽ കോറൽ ചെയ്തിട്ട് പരസ്പരം ചെറിയ ചെറിയ കലഹം ഉണ്ടായിട്ട് അവർ സെപ്പറേറ്റ് ചെയ്തു. ആരുമായിട്ടാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ തൻ്റെ ഏത് സുഹൃത്തുമായിട്ടാണ് കോറൽ ചെയ്യുന്നത് എന്നാണ് ചോദ്യം. ഹൊറൈസ് വാൽപോളുമായിട്ടാണ്. ഹൊറൈസ് വാൽപോൾ ഇദ്ദേഹത്തെ ഒരുപാട് സഹായിച്ചിട്ടുള്ള ആളൊക്കെയാണ്. അദ്ദേഹത്തെ ലണ്ടൻ ലിറ്റററി സർക്കിളിൽ തോമസ് ഗ്രേ ഫേമസ് ആക്കുന്നതൊക്കെ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളൊക്കെ പരിചയപ്പെടുത്തുന്നതൊക്കെ ഹൊറൈസ് വാൽപോൾ അടക്കമുള്ള എഴുത്തുകാരാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ. ആൻഡ് വാട്ട് കോസ്ഡ് തോമസ് ഗ്രേസ് ഡെത്ത്.
തോമസ് ഗ്രേയുടെ മരണകാരണം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗൗട്ട്, ഒരു വാദമായിരുന്നു അത്. ഗൗട്ട് എന്ന് പറയുന്നത് ഒരു വാദമാണ്. ദ ഇനവിറ്റബിൾ അവേഴ്സ് ഇൻ എലജീസ്, എലജിയിലെ ഇനവിറ്റബിൾ അവേഴ്സ്, ഒഴിച്ചുകൂടാൻ പറ്റാത്ത നിമിഷം ഏതാണെന്ന് ചോദിച്ചാൽ, എലജിയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു നിമിഷം ഉണ്ടെങ്കിൽ അതേതാ? ദ അവർ ഓഫ് ഡെത്ത്, മരണത്തിൻ്റെ സമയമാണ്. നമ്മുടെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഗതി എന്താ? ജനിച്ചോ അവന് മരണമുണ്ട് അല്ലേ? ദ അവർ ഓഫ് ഡെത്ത്. എലജിയിലും അതുപോലെ തന്നെ ഇനവിറ്റബിൾ ആയിട്ടുള്ള സമയം എന്ന് പറയുന്ന, ടൈം എന്ന് പറയുന്നത് ദ അവർ ഓഫ് ഡെത്ത് ആണ്. ഓർത്തു വെക്കുക. ആൻഡ് ഹീസ് ദ സയൻറ്റിസ്റ്റ് ക്ലാസിക്സ് എന്ന് ഇദ്ദേഹത്തെക്കുറിച്ച് വിശേഷിപ്പിച്ചത് ആരാണ്? ഹീസ് ദ സയൻറ്റിസ്റ്റ് ക്ലാസിക്സ് എന്ന് വിശേഷിപ്പിച്ചത് അർണോൾഡ് ആണ്. അർണോൾഡ്, മറന്നു വരുത്, അർണോൾഡ് ആണ് തോമസ് ഗ്രേയെക്കുറിച്ച് ഹീ ഈസ് ദ സയൻറ്റിസ്റ്റ് ക്ലാസിക്സ് എന്ന് വിശേഷിപ്പിച്ചത്. അപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞത് തോമസ് ഗ്രേയെക്കുറിച്ചാണ്. ഇനി ചെറിയൊരു കാര്യം എലജിയെക്കുറിച്ച് പറഞ്ഞിട്ട് നമ്മുടെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. എലജിയെക്കുറിച്ച് പറയുമ്പോൾ എന്താണ് എലജി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് വാസ് എ സാഡ് പോം യൂഷ്വലി റിട്ടൺ ടു പ്രൈസ് ആൻഡ് എക്സ്പ്രസ് സോറോ ഫോർ സമ്മൺ ഹു ഈസ് ഡെഡ്. ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളെ പ്രൈസ് ചെയ്തുകൊണ്ട്, പുകഴ്ത്തിക്കൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മരണത്തിൽ ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ടോ എഴുതുന്ന കവിതകളെയാണ് എലജി എന്ന് പറയുക. എലജി നോക്കാം. ഡിറൈവ്ഡ് ഫ്രം ഗ്രീക്ക് വേർഡ് എലജിയ വിച്ച് മീൻസ് ലാമെൻറ്റ്. ഒരു ഗ്രീക്ക് വേർഡ് ഉണ്ട്, എലജിയ എന്നാണ് ആ വേർഡ്. ആ എലജിയ എന്ന ഗ്രീക്ക് വേർഡ്, അതിൻ്റെ മീനിങ് ലാമെൻറ്റ് എന്നാണ്, വിലാപം, വിലപിക്കുക എന്നൊക്കെ അർത്ഥം വരുന്ന എലജിയ എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണത് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. ഇനി എലജിക്ക് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ അല്ലെങ്കിൽ എലജിയുടെ ഏറ്റവും ഫേമസ് എക്സാമ്പിൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിതൗട്ട് ഡൗട്ട് വി ക്യാൻ സേ എലജി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ച് യാർഡ് എന്നുള്ളതാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ അതിൻ്റെ ഏർലിയസ്റ്റ് എക്സാമ്പിൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇഡിൽസ് എന്ന് പറയുന്ന തിയോക്രിറ്റസിൻ്റെ BC 3rd സെഞ്ചുറിയിൽ എഴുതിയ ഇഡിൽസ് എന്ന് പറയുന്ന തിയോക്രിറ്റസിൻ്റെ എലജി ആണെന്ന് കൂടെ നമുക്ക് പറയാം. അപ്പോൾ എലജിയുടെ എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഫേമസ് ആയിട്ടുള്ള എലജി ഏതാ ചോദിച്ചു കഴിഞ്ഞാൽ, എലജി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ച് യാർഡ്. വിതൗട്ട് ഡൗട്ട് വി ക്യാൻ സേ ദാറ്റ്. ഒരു സംശയം വേണ്ട, എലജി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ച് യാർഡാണ്. അതുപോലെ തന്നെ ഏർലിയസ്റ്റ് എക്സാമ്പിൾ ഏതാ ചോദിച്ചു കഴിഞ്ഞാൽ, തിയോക്രിറ്റസിൻ്റെ ഇഡിൽസ് എന്ന് പറയുന്നതാണ്. അത് 3rd സെഞ്ചുറി BC എഴുതുന്നത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, പുതിയ ടോപ്പിക്കുമായിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും താങ്ക് യു ടു ഓൾ.